വളരെ ദുഃഖിതനായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി സീതയെ അന്വേഷിച്ച് വനാന്തരങ്ങളിലേക്ക് കടന്നു. സീതയെ കാണാഞ്ഞതിലുണ്ടായ ദുഃഖം കാരണം ധൈര്യം വെടിഞ്ഞ് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ രാക്ഷസരൂപമുള്ള ഒരു ജീവിയെ കണ്ടു. ഉടനെ ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, നെഞ്ചിൽ വായും യോജന നീളമുള്ള കൈകളുമുള്ള കണ്ണുകളില്ലാത്തതുമായ ഒരു ഭീകരസത്വം. ദുഃഖിച്ചിട്ടോ ഭയന്നിട്ടോ കാര്യമില്ല, ഓരോ കൈയും ഓരോരുത്തർ മുറിക്കണം. ഉടൻ തന്നെ ശ്രീരാമൻ രാക്ഷസവീരൻ്റെ വലതുകൈയും ലക്ഷ്മണൻ ഇടതുകൈയും വെട്ടിമാറ്റി. രാക്ഷസവീരൻ അതിയായ വിസ്മയത്തോടെയും ഭയത്തോടെയും രാമലക്ഷ്മണന്മാരോട് ചോദിച്ചു, ഈ ലോകത്തിൽ എൻ്റെ കരങ്ങളെ ഛേദിക്കാൻ കരുത്തുള്ള ആരെയും ഇന്നോളം കണ്ടിട്ടില്ല. അത്ഭുതാകാരന്മാരായ നിങ്ങൾ ഇരുവരും ആരാണ്? നിങ്ങൾ സൽപുരുഷന്മാരാണെന്ന് ഞാൻ കരുതുന്നു. ഈ ഘോരവന പ്രദേശത്ത് വരാനുണ്ടായ പരമാർത്ഥം നിങ്ങൾ പറഞ്ഞാലും. കബന്ധൻ്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ ഉത്തരം കൊടുത്തു, വികൃത രൂപം ധരിച്ച അങ്ങാരാണ്? ആ പരമാർത്ഥം ഞങ്ങളെ ധരിപ്പിക്കൂ എന്ന് ശ്രീരാമൻ പറഞ്ഞപ്പോൾ കബന്ധൻ പറയും, അങ്ങ് ശ്രീരാമനാണെങ്കിൽ അങ്ങയുടെ സമാഗമത്താൽ അടിയനെന്ന് ധന്യനായി. ദിവ്യനായ ഒരു ഗന്ധർവനാണ് ഞാൻ. യൗവനവും സൗന്ദര്യവും കൊണ്ട് അഹങ്കരിച്ച് സുന്ദരിമാരുടെ മനസ്സിനെ ആകർഷിച്ച് മേളിച്ചും ക്രീഡിച്ചും നടക്കുന്ന കാലത്ത് ഒരു ദിവസം അഷ്ടാവക്രമുനിയെ കാണാനിടയായി. അദ്ദേഹത്തെ ഞാൻ പരിഹസിച്ചു. കുപിതനായ അദ്ദേഹം എന്നെ ശപിച്ചു. ദുഷ്ടനായ നീ ഒരു രാക്ഷസനായി പോകട്ടെ. പിന്നെ സന്തുഷ്ടനായ അദ്ദേഹം ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ച് നിന്റെ കൈകൾ ഛേദിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന് എനിക്ക് ശാപമോക്ഷവും നൽകി. മുനിയുടെ ശാപനിമിത്തം രാക്ഷസനായ ഞാൻ ദുഃഖത്തോടെ നടക്കുന്ന വേളയിൽ ദേവേന്ദ്രൻ അതികോപത്തോടെ പാഞ്ഞെടുത്ത് തൻ്റെ വജ്രായുധത്താൽ എൻ്റെ തലയറുത്തു. ബ്രഹ്മാവ് തന്ന വരത്തിനാൽ എനിക്ക് മരണം സംഭവിച്ചില്ല. വധിക്കപ്പെടേണ്ടവനല്ലാത്തതുകൊണ്ട് ഇന്ദ്രൻ എൻ്റെ മുഖത്തെ വയറിലാക്കി. അങ്ങനെ മുഖവും പാദങ്ങളും ഉദരത്തിലായതോടെ ഇരുകൈകളും യോജന നീളമുള്ളതായി തീർന്നു. ഇന്ദ്രൻ്റെ ആജ്ഞപ്രകാരം നിത്യവൃത്തികൾക്കായി കൈകൾക്കുള്ളിൽ അകപ്പെടുന്ന ജീവികളെ ഭക്ഷിച്ച് ഞാൻ ജീവിച്ചു പോന്നു. ഉത്തമന്മാരിൽ ഉത്തമനായ രഘുനായക, എൻ്റെ ദേഹം ദഹിപ്പിക്കുകയാണെങ്കിൽ അങ്ങയുടെ ഭാര്യയെ കണ്ടെത്താനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. ലക്ഷ്മണൻ ഒരു കുഴി തയ്യാറാക്കി അതിൽ വിറകു വെച്ച് തീ കത്തിച്ച് കബന്ധൻ്റെ ശരീരം ദഹിപ്പിച്ചു. അപ്പോൾ ആ ശരീരത്തിൽ നിന്നും കാമദേവ സമാനനും സർവാഭരണ വിഭൂഷിതനുമായ ഒരു ഗന്ധർവൻ ഉയർന്നു വന്ന് ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ചു. 3 പ്രാവശ്യം നമസ്കരിച്ച് കൂപ്പി തൊഴുതതിനു ശേഷം ആനന്ദവിവശനായ ഗന്ധർവൻ രോമാഞ്ചം പൂണ്ട് ഗദ്ഗദത്തോടെ കോമളപദം കൊണ്ട് ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങി. കബന്ധസ്തുതി. നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്തത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം. ദൃഗ്രൂപമേകമന്യൽ സകലം ദൃശ്യം ജഡം. ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ. ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മം എന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്യേ ലോകജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം. ഹൈരണ്യമധു വിരാട് പുരുഷനതിസ്ഥൂലം. ഭാവന വിഷയമായൊന്നതു യോഗീന്ദ്രാണാം. കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ. ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14
തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നാംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാദദേ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ. ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ടദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകമങ്ങതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽ പ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും. ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടിസ്തവാപാംഗമോഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാഡികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷ്യനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും. വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം പുഷ്ടമാം മഹീപദേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ. കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന. വസ്തുസന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പോ നീതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടേണം. താപസവേഷം ധര വല്ലഭം ശാന്താകാരം ചാപേഷു കരം ജഡ വൽക്കല വിഭൂഷണം. കാനനെ വിജിന്യൊന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിൻ തിരുവടിയേയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമ രാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിൻ തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ. മൂഢന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിധേ. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ചു ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും. സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും.
മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥ പതനമീനി വരാ. അർത്ഥം പറയാം. ഭഗവാനെ, അങ്ങയുടെ തത്വം ആലോചിച്ചാൽ ഒരുത്തർക്കും അറിയാവുന്നതല്ല. അന്ധത കൊണ്ടാണ് അങ്ങയെ സ്തുതിക്കാൻ തോന്നുന്നത്. ആദിയും അന്തവുമില്ലാത്ത പരബ്രഹ്മം ഉള്ളിൽ ഉണർവോടെ തെളിഞ്ഞു വർത്തിക്കണം. ലൗകിക ബന്ധങ്ങളുടെ അന്ധകാരം മാറി ആനന്ദമുണ്ടാകണം. ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടണം. അവ്യക്തവും അതിസൂക്ഷ്മവുമായ ഭഗവാന്റെ രൂപം സ്ഥൂലദേഹം, സൂക്ഷ്മദേഹം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്ന് ജ്ഞാനസ്വരൂപവും മറ്റെല്ലാം ജഡമായ ദൃശ്യരൂപവുമാണ്. മനസ്സിന് അതീതവും അനാത്മകവും പരമാത്മസ്വരൂപവുമായ ആ ബ്രഹ്മാനന്ദത്തെ അജ്ഞാനികൾ എങ്ങനെ അറിയാനാണ്? ബുദ്ധിയുടെയും ആത്മാവിൻ്റെയും പ്രതീതികളുടെ ഏകീഭാവമാണ് ജീവൻ. ബുദ്ധി തുടങ്ങിയവയ്ക്ക് സാക്ഷിയായി ഭവിക്കുന്നത് ബ്രഹ്മമാണ്. വിഷയാതീതവും നിത്യവും സർവാത്മകവുമായ നിർവികാര ബ്രഹ്മത്തിൽ അജ്ഞാനത്തിൻ്റെ മോഹത്തിലകപ്പെട്ട ലോകം ആരോപിക്കുന്ന തേജോമയമായ സൂക്ഷ്മ ശരീരത്തെ ഹൈരണ്യം എന്ന് പറയാം. വിരാട് പുരുഷൻ അതീവ സ്ഥൂലമാണ്. യോഗീന്ദ്രന്മാർക്ക് ഭാവനാ വിഷയമായിട്ടുള്ള ആ വിരാട് പുരുഷനിൽ ഈ പ്രപഞ്ചമാകെ കാണാൻ കഴിയുന്നു. ബ്രഹ്മാണ്ഡകോശമാകുന്ന വിരാട് പുരുഷനിൽ ഭൂതഭാവി വർത്തമാനങ്ങളും 14 ലോകങ്ങളും കാണാൻ കഴിയും. തുങ്കനും സന്മയനുമായ വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ് 14 ലോകങ്ങൾ. ആ ശരീരത്തിൻ്റെ പാദമൂലമാണ് പാതാളം. മഹാതലം കണങ്കാലുകളും രസാതലം തലാതലവും ഗുൽഫങ്ങളും സുതലം കാൽമുട്ടുകളുമാണ്. വിതലവും അതലവും തുടകളാണ്. ഭൂമി ജഗനമാണ്. ആകാശം നാഭിയും ദേവലോകം മാറിടവും മഹർലോകം കണ്ഠദേശവും ജനലോകം മുഖവും തപോലോകം ശംഖദേശവുമാകുന്നു. അതിനുമീതെ ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമായ സത്യലോകം ശിരസ്സാകുന്നു. മേഘക്കൂട്ടങ്ങൾ കേശങ്ങളും ഇന്ദ്രാദി ദേവകൾ അങ്ങയുടെ ഭുജങ്ങളുമാകുന്നു. കർണങ്ങൾ ദിക്കുകളും അശ്വിനി ദേവകൾ നാസികയുമാണ്. മുഖം അഗ്നിയും നേത്രം ആദിത്യനും മനസ്സ് ചന്ദ്രനുമാകുന്നു. ആ വിരാട് പുരുഷൻ്റെ ഭൂചലനമാണ് കാലം. ബുദ്ധി ബൃഹസ്പതിയാകുന്നു. അഹങ്കാരമാകുന്നത് രുദ്രനാണ്. വാക്കുകൾ ഛന്ദസ്സുകളും ദംഷ്ട്രകൾ യമനും ദന്തനിരകൾ നക്ഷത്രക്കൂട്ടങ്ങളുമാകുന്നു. മോഹകാരിണിയായ മഹാമായ ഹാസമാകുന്നു. വാസനാസൃഷ്ടികൾ അങ്ങയുടെ കടക്കൺ വിലാസങ്ങളാണ്. ധർമ്മം നിന്റെ മുൻഭാഗവും അധർമ്മം പൃഷ്ഠഭാഗവുമാണ്. രാപ്പകലുകൾ അങ്ങയുടെ ഇമവെട്ടലകളാകുന്നു. സപ്തസാഗരങ്ങൾ അങ്ങയുടെ ഉദരഭാഗവും 7 വായുക്കൾ നിശ്വാസങ്ങളുമാണ്. നദികൾ അങ്ങയുടെ നാഡികളാണ്. പർവ്വതങ്ങൾ അസ്ഥികളും വൃക്ഷലതാദികൾ രോമങ്ങളുമാണ്. മുക്കണ്ണനായ ദേവൻ ഹൃദയമാകുന്നു. മഴയായി പെയ്യുന്നത് അങ്ങയുടെ ശുക്ലമാണ്. കേവലം ജ്ഞാനശക്തി കൊണ്ട് അങ്ങയുടെ സ്ഥൂലമായ വിരാട് പുരുഷരൂപത്തെ നിത്യവും ധ്യാനിക്കുന്നവന് മുക്തി ലഭിക്കും. അങ്ങല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു വസ്തുവുമില്ല. ഈ വിധത്തിലുള്ള രൂപം നിരന്തരം ധ്യാനിച്ച് ഞാൻ വന്ദിക്കുന്നു. എൻ്റെ മുന്നിൽ കാണുന്ന ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നണം. താപസവേഷം ധരിച്ച രാജാവും ശാന്തരൂപിയും അമ്പും വില്ലും ധരിച്ചവനും ജടാവൽക്കലധാരിയും ലക്ഷ്മണനോടൊത്ത് സീതയെ അന്വേഷിക്കുന്നവനുമായ മാനവശ്രേഷ്ഠ, അങ്ങയുടെ രൂപം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സൂര്യവംശജനായ അങ്ങയ്ക്ക് നമസ്കാരം. സർവജ്ഞനായ പരമശിവൻ ശ്രീ പാർവതിയോടൊത്ത് കാശിയിൽ മുക്തിക്ക് വേണ്ടി അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് വസിക്കുന്നു. അവിടെ തന്നെ മുക്തി ആഗ്രഹിക്കുന്നവർക്ക് രാമരാമ എന്ന താരക ബ്രഹ്മമന്ത്രം ഉപദേശിച്ചുകൊണ്ട് അങ്ങ് പരമാത്മാവ് തന്നെ എന്ന് വഴിപോലെ മനസ്സിലാക്കി സോമനാഥനും വസിക്കുന്നു. മഹാമായയുടെ മോഹാന്ധകാരത്തിൽ മൂടിപ്പോയ മൂഢന്മാർ അങ്ങയുടെ തത്വം എങ്ങനെ അറിയാനാണ്? ജഗൽസാക്ഷിയായ രാമഭദ്രന് നമസ്കാരം. പരമാനന്ദ സ്വരൂപ എന്നെ രക്ഷിച്ചാലും, ലക്ഷ്മണസേവിതനായ ജഗന്നാഥ എന്നെ രക്ഷിച്ചാലും, ദയാനിധേ നിന്നുടെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. അങ്ങേക്കെപ്പോഴും നമസ്കാരം. ഇങ്ങനെ ഭക്തിപൂർവ്വം സ്തുതിച്ചു നിൽക്കുന്ന ഗന്ധർവനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഗന്ധർവശ്രേഷ്ഠ, അങ്ങയുടെ ഭക്തിയും സ്തുതിയും കൊണ്ട് ഞാൻ സന്തുഷ്ടനായി. അങ്ങ് എൻ്റെ പദത്തെ പ്രാപിക്കുക. യോഗിശ്രേഷ്ഠന്മാർക്ക് പ്രാപിക്കാൻ കഴിയുന്നതും പരമാനന്ദമയവും സനാതനവുമായ പദത്തെ എൻ്റെ പ്രസാദത്താൽ പ്രാപിക്കുക. മാത്രമല്ല, ഒരനുഗ്രഹം കൂടി ഞാനിതാ തരുന്നു. ഈ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുന്ന ജനങ്ങൾക്ക് മോക്ഷം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഭക്തനായ നിനക്ക് അധപ്പതനം ഉണ്ടാവുകയില്ല. സ്തുതി അവസാനിച്ചു. ഹരി ഓം.